ഹലോ, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പോളയുടെ റെസിപ്പിയാണ്. നോക്കിയാലോ. ഇഫ്താർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ. മയോണൈസ് ടേസ്റ്റിലാണ് ഈ ഒരു പോള നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് പാനിൽ ചൂടായതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഒരു പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കൂടി നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ ചെറിയൊരു തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. പിന്നെ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കട്ടെ. അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ പോളയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ മസാലയിലും അത്യാവശ്യം കുറഞ്ഞ എരിവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ പിച്ചിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ അളവ് നിങ്ങളുടെ എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ പോള ടേസ്റ്റ് കൂടുകയുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കേട്ടോ. പക്ഷെ മഞ്ഞൾപ്പൊടി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോള ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാൻ എത്രത്തോളം വലുപ്പമുണ്ടോ അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂടാട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ കൂടെ ചേർത്താൽ നമുക്ക് മുട്ട ഒരുപാടൊന്നും വേണ്ടി വരില്ല. പക്ഷേ അത് വിചാരിച്ചിട്ട് പോള റെഡി ആവാതിരിക്കുകയില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യൊന്നും വേണ്ട. മുട്ട ഒരു പാലിലൊന്ന് മിക്സ് ആയി കിട്ടുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് എടുക്കുക. അപ്പം ബ്രെഡിൻ്റെ അളവൊന്നും കറക്റ്റ് ഞാൻ പറയണില്ല എത്ര വേണമെന്നൊക്കെ. അതൊക്കെ നമ്മുടെ പാനിനനുസരിച്ചാണ്. അപ്പോൾ പാന് അതിൻ്റെ എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ച് ബ്രെഡ് പീസസ് എടുക്കുക കേട്ടോ. ആദ്യം കുറച്ചെടുത്തിട്ട് സൈഡൊക്കെ അരിവശം ഒന്ന് കളയുക. പരിവശം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത് ഉണ്ടായാൽ കാണാനത്ര ഭംഗി ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ അരിവശമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് സോസ് പാനിലാണോ ഇത് റെഡിയാക്കി എടുക്കുന്നത് അതൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിടുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് നമ്മുടെ ഈ എഗ്ഗ് മിക്സിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു ലെയറായിട്ട് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. തീ കൂടിപ്പോയാൽ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും കൊണ്ട് ഒരു മുട്ടയുടെ മിക്സ് ആയി കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. എങ്കിൽ തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി ചെറിയൊരു ലെയർ ആക്കി എടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിലൊന്നും അല്ല വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസസും ഈ ഒരു എഗ്ഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എവിടെയും ഗ്യാപ്പില്ലാണ്ട് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് 1/2 ലെയർ കംപ്ലീറ്റ് ആയിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. സൈഡിലേക്കൊക്കെ ഒന്ന് കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക. ബ്രെഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു എഗ്ഗ് മിക്സിൽ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വിചാരിച്ച പോലെ എല്ലാ ഭാഗത്തേക്കും ഫ്ലെക്സിബിളായിട്ട് ബ്രെഡ് കിട്ടുകയും ചെയ്യുമല്ലോ. അത് കംപ്ലീറ്റ് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മയോണൈസ് ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ മയോണൈസ് റെഡിയാക്കി എടുക്കുന്നത് ആ രീതിയിൽ തയ്യാറാക്കി എടുക്കുക. ഞാനിവിടെ മുട്ടൊന്നും ചേർക്കാണ്ട് ഓയിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള ഒരു മയോണൈസാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. ആ രീതിയിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ ഉണ്ടാക്കാറ് ആ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം മയോണൈസ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. മയോണൈസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിങ് നേരത്തെ എല്ലാം കംപ്ലീറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ഫില്ലിങ്ങും കംപ്ലീറ്റ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ മുകളിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടെ മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മയണൈസിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പോളയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ചെറിയ രീതിയിൽ വീണ്ടും ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബ്രെഡ് സ്ലൈസസ് ആ എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കോ അല്ലെങ്കിൽ തക്കാളിയൊക്കെ റൗണ്ടിലൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കി നമ്മുടെ എഗ്ഗ് മിക്സ് ഉണ്ടെങ്കിൽ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടതാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ മല്ലിയില എന്താ വേണ്ടത് അത് വെച്ച് കൊടുക്കാനായിട്ട്. അതിൻ്റെ താഴെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിങ്ങനെ പൊങ്ങി വരും. അത് കറക്റ്റായിട്ട് ഒട്ടാത്ത രീതിയിൽ വരുന്ന സമയത്ത് അടച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് 20-25 മിനിറ്റ് ആകുമ്പോൾ അത് പൊങ്ങി വരും. അപ്പോൾ അത് കറക്റ്റ് ബേക്കായി എന്നാണ് അർത്ഥം. ഇത് കണ്ടോ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് സൈഡ് ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ചതിന് ശേഷം വേറൊരു പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്കൊന്ന് കമിഴ്ത്തി കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അടിഭാഗമൊക്കെ കണ്ടതിൽ ഒട്ടും കരിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണ് കേട്ടോ ഇത്. ഇനി അത് തിരിച്ചിട്ട് കാണിച്ചു തരാം. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മയണൈസ് ടേസ്റ്റുള്ള അലക്കിയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു പീസ് തന്നെ കഴിച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാവർക്കും ഒറ്റ പോള ഉണ്ടാക്കിയാൽ തന്നെ വീട്ടിലെല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പോള നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.